ഏറ്റുമാനൂർ പേരൂർ പൂവത്തുമൂടിന് സമീപം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ മാരകായുധങ്ങളുമായി കടന്നുകയറി ആക്രമിച്ച് കവർച്ച നടത്തിയതായി പരാതി. അരീരം ക്ഷേത്രത്തിന് സമീപത്തെ മാലയിൽ ബിൽഡിംഗിൽ താമസിക്കുന്ന 40ഓളം തൊഴിലാളികളെ ആക്രമിച്ച ശേഷമാണ് പണവും വിലപ്പെട്ട രേഖകളും കവർന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയാണ് കവർച്ചാ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ പണവും പ്രധാനപ്പെട്ട രേഖകളും സംഘം കവർന്നു. 15ഓളം വരുന്ന അക്രമി സംഘമാണ് സംഭവത്തിന് പിന്നിൽ. ഇതിൽ പകുതിയോളം പേർ കെട്ടിടത്തിനുള്ളിൽ കടന്നുകയറി തൊഴിലാളികളെ മാരകമായി ആക്രമിക്കുകയായിരുന്നു. ബാക്കിയുള്ളവർ വാഹനങ്ങളുമായി പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ആക്രമണത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ചിലർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി ഒപ്പമുള്ള തൊഴിലാളിയായ സദ പറഞ്ഞു. മൊത്തം ഗുണ്ടകാല കയറിയിട്ടുണ്ട് റൂമില്. അവന്മാരപ്പോ 8 പേര് റൂമിലകത്ത് കയറി, പുറത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം കയറി നമ്മള് പേരിച്ച് അല്ലാതെ റൂമിൽ പോയി അവന്മാർ ഇടിച്ച് വാതിലൊക്കെ പൊട്ടിക്കിനെ തുറന്നു. ഒരുത്തനും ഈ ബോർഡ് സിമെന്റ് ബോർഡിന്റെ മേല് കൊണ്ട് ദാരി ഒരുത്തനും കയറി. പിന്നെ നമ്മള് പേരിച്ച് വാതിൽ തുറന്നു കൊടുത്തിട്ട് എല്ലാവർക്കും ഫോണ് പൈസ മൊത്തം കൊണ്ടുപോയി. ഇടിച്ച് എല്ലാവർക്കും ഇടിച്ചെത്തിയ വലിയ വലിയ വാളൊക്കെ വന്നു. കയ്യിലെ കത്രിക ഉണ്ടായിരുന്നു, ഷീൽഡിന്റെ പൈപ്പ്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇസ്പെറായ ഉണ്ടായിരുന്നു. പൈസ മൊത്തം കൊണ്ടുപോയി. എല്ലാം കൂടെ പൈസ കൊണ്ടുപോയി, ഒത്തിരി പൈസ കൊണ്ടുപോയി. ബാഗെല്ലാം കണ്ടിച്ച് കൊണ്ടുപോയി. ഭയങ്കര വിഷയം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം പേരിച്ച് പോയി, ബോധമില്ലായി പോയിരുന്നു. പിന്നെ പിടിച്ച് മാർത്തു. അങ്ങനെ ഒത്തിരി സംഭവം ഉണ്ട്. അവളെ തൊട്ട് പറഞ്ഞിട്ടുണ്ടോ? ആശുപത്രി 3-4 പേര് പോയിട്ടുണ്ടോ? അവന്മാർക്ക് വലുതായിട്ടുണ്ടോ? നമ്മള് ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്. പുറകില് കുത്തിയിട്ടുണ്ടോ ചെറുതായിട്ട്? എന്റെ ഭർത്താവിന് ഇവിടെ കുത്തിയിട്ടുണ്ടോ? എന്റെ ശകലം ചെറുതായിട്ട് 2-3 ഇടി കൊടുത്തു. വലുതായിട്ട് ഇടിച്ചിട്ടുണ്ടോ നല്ലപോലെ? അത് വിഷയമില്ല. പിന്നെ ഇവന്മാർ പോകുന്ന നേരത്ത് പൈസ കൊണ്ടുപോയി, മൊബൈലൊക്കെ കൊണ്ടുപോകുന്ന നേരത്ത് അവന്മാർ നമ്മളെ വാതിലിന് റൂമിലകത്ത് പൂട്ടിക്കൊണ്ട് പുറത്തുകൊണ്ട് ഉടമ്പൊലിട്ട് പൂട്ടിക്കൊണ്ടുപോയി. അകത്തെല്ലാം സ്പ്രേ അടിച്ചിട്ട് അവന്മാർ ഇറങ്ങിപ്പോയി. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കെട്ടിട ഉടമയായ സിബി മാലിയിൽ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രിയിൽ 12-15 ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഞാൻ കോട്ടയത്ത് ഹോട്ടൽ മാലിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഹോട്ടലിൽ ഇവിടെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് എല്ലായിടത്തും വെള്ളം കയറിയിരിക്കുന്നതുകൊണ്ട് ജോലിക്കാരൊന്നും വന്നില്ല. അതുകൊണ്ട് ഇന്നലെ ഹോട്ടലിലായിരുന്നു ഡ്യൂട്ടി. അന്നേരം ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇവിടുത്തെ ഹിന്ദിക്കാരൻ വിളിച്ചു. അപ്പം ഹിന്ദിക്കാരെ വിളിച്ചപ്പം അവർ ആസാമീസ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അതും പ്രകാരം ഞാൻ അവിടെ നിന്ന് ഹോട്ടലിലെ പണിക്കാരെ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ വന്നപ്പം 12:45 ഏകദേശമായി. 12:45 ഈ പറയുന്ന അവർ വണ്ടിയായിട്ട് നേരത്തെ പോവുകയും ചെയ്തു. അപ്പം എൻ്റെ വൈഫും മോനും അവിടെ നിന്ന് അവർ വണ്ടിയെ ഓട്ടോയിലാണ് പോകുന്നത്. ബൈക്കിൽ ഓട്ടോയിലായിട്ട് ഏകദേശം 15 പേരോളം ഉണ്ടായിരുന്നെന്നാണ് ഇവർ പറയുന്നത്. 8 പേര് അകത്തും പുറത്ത് 7 പേരും വേറെ വണ്ടികളിലായിട്ട് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ, വടിവാളും പിന്നെ കത്തിയും വേറെ പിക്കാസും അതിൻ്റെ സാധനങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം 45,000 രൂപയോളം കാശും പിന്നെ അവരുടെ ATM-ന്റെ ഇതും പിന്നെ കൂടാതെ അവരുടെ വേറെ പേപ്പറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.